മുടി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് അല്ലേ. മുടി കൊഴിച്ചിൽ വളരെ ചുരുക്കവും ആയിരിക്കും. മുടി കൊഴിച്ചിൽ കാരണം മാനസികമായി വിഷമിക്കാത്തവരും ഉണ്ടാവില്ല. മുടി കൊഴിച്ചിലിനെ പറ്റി പറയുമ്പോൾ മുടി കൊഴിച്ചിലാണോ കൂടുതൽ അതോ മുടി നേർത്തു പോകുന്ന അവസ്ഥയാണോ കൂടുതലെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ് കേട്ടോ. കൊഴിയുന്ന അവസ്ഥ വേറെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നവയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് നോർമൽ ആയിട്ടുള്ള മുടി കൊഴിച്ചിൽ, എന്താണ് അബ്നോർമൽ ആയിട്ടുള്ള മുടി കൊഴിച്ചിൽ എന്ന് നമ്മൾ നോക്കാം. സാധാരണ നമ്മൾ പറയുന്നത് 100 മുതൽ 150 വരെ മുടി ഒരു ദിവസം കൊഴിഞ്ഞു പോകുമെന്നാണ് കേട്ടോ. ഈ കൊഴിഞ്ഞു പോകുന്ന മുടി തിരിച്ചു വന്നില്ല എങ്കിൽ അതിനെ നമ്മൾ അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കൊഴിഞ്ഞുപോയ മുടിയെ തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ നല്ല ഉള്ളോടുകൂടി മുടി വളരാനും മുടിക്ക് നീളം വയ്ക്കാനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു 2-3 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഇൻവേർഷൻ മെത്തേഡ് തന്നെയാണ്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. മുടി കൊഴിയുന്നുണ്ട്, മുടിക്ക് നീളം വയ്ക്കുന്നില്ല, മുടിക്ക് ഉള്ളില്ല എന്ന് പറയുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. തല ഡൗൺ ആക്കി ഇട്ടിട്ട് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് സ്കാൽപ്പിൽ ചെറിയ രീതിയിലുള്ള മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഈ മസാജ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ സ്കാൽപ്പിൽ കൊടുക്കുന്ന മസാജ് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യും കേട്ടോ. ഈ ഇൻവേർഷൻ മെത്തേഡ് തന്നെ നമുക്ക് 2-3 രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ആദ്യത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതായത് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് നമ്മൾ തല ഡൗൺ ആക്കിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ ഒരു ചെയറിലിരുന്നിട്ട്, അതായത് പൊക്കം കുറഞ്ഞൊരു ചെയറിലിരുന്നിട്ട് മുടി നമ്മൾ ചാരിയിരിക്കുന്ന ഭാഗത്തേക്ക്, അതായത് ബാക്കിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ നമ്മൾ ബെഡിൽ കിടന്നിട്ട് ബെഡിന് താഴേക്ക് നമ്മുടെ തലയും മുടിയിട്ടിട്ട് അങ്ങനെ ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ 2-3 രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ ഇതൊന്നും പറ്റിയില്ല എങ്കിൽ വെറുതെ നമ്മളിരിക്കുന്ന സമയത്ത് നമ്മുടെ തല ഒരു സൈഡിലേക്ക് ആക്കിയതിന് ശേഷം മസാജ് ചെയ്ത് കൊടുത്താലും നമുക്ക് ഇൻവേർഷൻ മെത്തേഡിൻ്റെ അതേ ഒരു എഫക്റ്റ് കിട്ടും. ഈ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യേണ്ടത് രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ടുമാണ് കേട്ടോ. എങ്കിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ഇത് വരികയുള്ളതുകൊണ്ട് ഉറങ്ങി എണീക്കുമ്പോഴും കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇൻവേർഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. വേറെ ഒന്നും ചെയ്തില്ല എങ്കിൽ ഈ ഒരു മെത്തേഡെങ്കിലും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒരു കാരണവശാലും BP ഉള്ളവർ, അതുപോലെ പ്രഗ്നൻസി ഉള്ളവർ, എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തവർ, ഇവരൊന്നും ഈ മെത്തേഡ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതായത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഈ മെത്തേഡൊന്നും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. കാരണം നമ്മളിങ്ങനെ തല ഡൗൺ ആക്കി ഇടുമ്പോഴത്തേക്കും ബ്ലഡെല്ലാം നമ്മുടെ സ്കാൽപ്പിലേക്ക്, അതായത് നമ്മളെ തലയിലേക്ക് വരുമ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ മസ്റ്റ് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അടുത്ത രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഹെയർ പാക്കാണ് കേട്ടോ. എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് ഇത്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. മുടി പൊട്ടുപോകുന്നുണ്ട് എന്നതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ പ്രോട്ടീനിൻ്റെ കുറവാണ് കേട്ടോ. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഹെയർ പാക്ക് ഞാൻ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളവയാണ് കേട്ടോ. ഒരു മുട്ട എടുക്കാം. മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ മുട്ടയുടെ വെള്ള എടുക്കാം. മുട്ടയുടെ വെള്ളയിലും മഞ്ഞയിലും ഏകദേശം സെയിം കണ്ടൻറ്റ് തന്നെയാണ് ഉള്ളത് കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ വെള്ളയും മഞ്ഞയും ഒരുപോലെ എടുക്കും കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയാം. അതായത് ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുപോലെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ചിലപ്പോൾ സ്യൂട്ടബിൾ ആവുന്നത് മുട്ടയുടെ മഞ്ഞയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഓയിലി ഹെയർ ആണെങ്കിൽ ചിലർക്ക് അത് വൈറ്റ് പോർഷനായിരിക്കും സ്യൂട്ട് ആവുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ നമ്മുടെ മുടിയെ മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ എടുക്കാൻ താല്പര്യമില്ലാത്ത, അതായത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാത്തവർക്ക് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ പാല്, നമ്മൾ ചൂടാക്കാത്ത പാല് 2-3 സ്പൂണ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലെന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ട് 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മുടി നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. പിന്നെ മുട്ടയുടെ മഞ്ഞ തേക്കുന്നവർക്ക് ചിലർക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് വേണമെങ്കിൽ ഷാമ്പൂസ് ഉപയോഗിക്കാം. ഞാൻ കൂടുതലും പറയുന്നത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള താളി ഉപയോഗിക്കാനാണ് കേട്ടോ. ചെമ്പരത്തി താളി ഉപയോഗിച്ചാലും അതിൻ്റെ സ്മെല്ല് പാടെ പോവും. ഞാൻ സാധാരണ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ കഴുകി കളഞ്ഞാൽ മാത്രം മതി. കുറച്ച് അധികം വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി കളഞ്ഞാൽ അതിൻ്റെ പോവും. അപ്പോൾ മാക്സിമം നിങ്ങൾ
നമ്മുടെ താളി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താളി ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഷാംപൂസ് ആയാലും ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളും കൂടെ പറയാം കേട്ടോ. ഇക്കാലത്ത് മുടി സ്ട്രൈറ്റനിങ് ചെയ്യുന്നവരിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെയാണ് എല്ലാവരും ചെയ്യൽ. ആണായാലും പെണ്ണായാലും എല്ലാവരും ചെയ്യുന്നതാണ്. എന്നാൽ മുടിയെ സ്നേഹിക്കുന്നവർ അടിക്കടി ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുന്നത് നന്നല്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് ആരോഗ്യമുള്ള മുടിയെ ഭാവിയിൽ ദുർബലമാക്കാൻ ഈ ഒരൊറ്റ കാര്യം മാത്രം മതി എന്നാണ് സത്യം കേട്ടോ. 5 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹെയർ സ്ട്രൈറ്റനിങ് അരുതെന്ന് പറയാൻ കാരണം. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സ്ഥിരമായി നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ മുടിയുടെ വരൾച്ചയ്ക്ക് കാരണമാകും കേട്ടോ. അവ പിളരാനുള്ള സാധ്യതയും കൂടും. അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടാകാനും മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും കാരണമാകും കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായി ചൂട് പ്രയോഗിച്ചാൽ സ്വാഭാവികമായ ഘടന നഷ്ടപ്പെട്ട് മുടി മങ്ങലേറ്റതുപോലെ ആവുകയും പ്രകൃതിദത്തമല്ലാത്ത ചൂട് മൂലം മുടിയുടെ ബലം കുറയും. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാനും കൊഴിയാനും ഇടയാക്കും കേട്ടോ. അതുപോലെ തന്നെ സ്ഥിരമായി സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോൾ ചൂട് കൊടുത്താണല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ ശിരോചർമ്മത്തിലെ എണ്ണയെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ. നമ്മുടെ എണ്ണ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും ഊരിപ്പോകാനെല്ലാം ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു സെബമുണ്ട് നമ്മുടെ സ്കാൽപ്പിൽ. അത് കറക്റ്റായിട്ട് നമ്മുടെ മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ എത്തിയില്ലായെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുന്ന സമയത്ത് ഈ ചൂട് കാരണം ഈ എണ്ണമയം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ശിരോചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്തുന്ന ഈ എണ്ണകൾ നഷ്ടമായാൽ തലചൊറിച്ചിലിന് കാരണമാകും കേട്ടോ. ഇത് മുടിയുടെ ഈർപ്പം വലിച്ചെടുക്കുകയും ഇത് മുടി വല്ലാതെ വരളാൻ കാരണമാവുകയും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുവേ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തായാലും ചൂട് കാലമാണല്ലോ വരുന്നത്. അപ്പോൾ ചൂട് കാലത്ത് മുടി സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു 2-3 പോയിൻറ്റും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ചൂട് കാലത്ത് മുടിയെ ദുർബലമാക്കുകയും വരണ്ടതാക്കുകയും ചെയ്യും കേട്ടോ. അതിനാൽ ഈ സമയത്ത് മുടിക്ക് പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദിവസം മുടി കഴുകേണ്ടതില്ല. ആഴ്ചയിൽ 2-3 തവണ മതി കേട്ടോ. സൗമ്യമായ ഷാംപൂസ് ഉപയോഗിക്കുക. തണുത്ത വെള്ളത്തിൽ മുടി കഴുകുക. കണ്ടീഷണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഷാംപൂസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ഷാംപൂസ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ താളി ഉപയോഗിക്കുക. അതുപോലെ തന്നെ മുടി സ്വാഭാവികമായി ഉണങ്ങാൻ അനുവദിക്കുക. ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിക്കേണ്ടി വന്നാൽ താഴ്ന്ന താപനിലയിൽ മാത്രം ഇട്ടിട്ട് മുടി ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. മാക്സിമം നമ്മൾ ഹെയർ ഡ്രയേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എണ്ണ തേക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മുടിയിൽ എണ്ണ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അല്ല എങ്കിൽ അത് അതായത് ചൂട് കാലമാകുമ്പം പൊടിയും കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ആ പൊടിയെല്ലാം നമ്മുടെ തലയിലെ സ്കാൽപ്പിലുള്ള എണ്ണയുമായിട്ട് ചേർന്നിട്ട് കൂടുതൽ നമ്മുടെ താരൻ വരാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഡേർട്ട് അടിഞ്ഞുകൂടാനും ചാൻസസ് ഉണ്ട് കേട്ടോ. നമ്മുടെ മുടി അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൊപ്പിയോ സ്കാർഫോ ഷോളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാം. അതുവരെയും ബൈ. അപ്പോൾ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാനും മറക്കരുതേ.